ചിലതിനൊക്കെ ഈ രൂപസാദൃശ്യം കൊണ്ട് ആ ജീവിയാണെന്നൊക്കെ തോന്നിപ്പിക്കുമെങ്കിലും അടുക്കുമ്പോൾ ആ ജീവിയല്ല എന്ന് തിരിച്ചറിയേണ്ടി വരും. സംഗതി 2 ദിവസമായി ഇളിയെടുത്ത് നേരെ ചൊവ്വേ ഒരു സംഗതി വിടാൻ പോലും ശേഷിയില്ലാത്ത കൃഷ്ണരാജ് കിടന്നങ്ങ് തുള്ളി മറിയുകയാണ്, തലകുത്തി ചാടിയാണ്. അത് ചാടുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ അൻസാരി സുഹരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ, അദ്ദേഹം പറഞ്ഞ കമൻറ്റുകൾ അങ്ങ് വല്ലാതെ ചൊറിഞ്ഞ് തിളച്ച് കയറുന്നുണ്ട്. അൻസാരി സുഹരി ഉസ്താദ് ഈ സംഗതി ഒക്കെ ചെയ്ത് അദ്ദേഹത്തെ ഇത്രമേൽ ഇതൊക്കെ പലരും പോസ്റ്റിട്ടൊക്കെ ഈ ആക്ഷേപിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സമാന വിഭാഗത്തിൽ വരുന്ന, വിഭാഗം എന്നതുകൊണ്ട് സംഘടന മാത്രമല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ ഈ രൂപസാദൃശ്യങ്ങളിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പണ്ഡിത വരേണ്യന്മാർ, അങ്ങനെ അത്തരത്തിലുള്ള ആളുകൾ ആരും അദ്ദേഹത്തിൻ്റെ നേരെ നടത്തുന്ന ഈ ആക്ഷേപങ്ങൾ, പ്രതീഷിൻ്റെ തെറിവിളി, അതുപോലെ തന്നെ കേസ്, പിന്നെ കൃഷ്ണരാജ് കുരുപൊട്ടി ഒലിച്ച് എല്ലാ വസ്ത്രങ്ങളും ഊരിക്കളഞ്ഞ് നഗ്നനായി നിന്ന് ആളുകളുടെ മുന്നിൽ തുള്ളുന്നത് പോലെ തുള്ളി മറിഞ്ഞിട്ടും പ്രത്യേകിച്ചൊണ്ടും ഒന്നും മിണ്ടുന്നില്ല. അല്ല, അൻസാരി ഉസ്താദിൻ്റെ കയ്യിലും കുഴപ്പമുണ്ട്. പുള്ളി ഈ പോസ്റ്റിനും ഇതുപോലെയുള്ള സംഗതിക്കൊക്കെ പോകുന്നതിന് പകരം പുള്ളി തർക്കവിതർക്കങ്ങളിൽ ഡിഗ്രി എടുത്ത് വിതരണവാദങ്ങളിൽ ശക്തമായി വാദിച്ച് എല്ലാ സ്ഥലങ്ങളിലും മൈക്ക് കെട്ടിവെച്ച് ഒന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, അല്ലെങ്കിൽ മുജാഹിദിലെ വിവിധ വിഭാഗങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു സംഭാഷണവും എതിർപ്പും മദ്ഹും തർക്കവും ഇത്തരം കാര്യങ്ങളുമൊക്കെയായി നടന്നിരുന്നെങ്കിൽ പുള്ളിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരാവശ്യം വരില്ലായിരുന്നു. അതുകൊണ്ട് മാത്രം പുള്ളിക്ക് ഉപജീവനമാർഗം നടത്താമായിരുന്നു. ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ആറ്റപ്പൂവിൻ്റെ കൂട്ടെങ്കിലും ആയായിരുന്നെങ്കിൽ, ഏത് ആറ്റക്കോയ തങ്ങളുണ്ടല്ലോ, ഓട്ടോക്കാരനായ ആറ്റക്കോയ തങ്ങളുടെ കൂട്ടമായി ഒരു കിസ്സപ്പാട്ടും ഒരു സലാഹിയത്തു മസ്ലിഹത്തുൽ കുത്തുബിയത്തുൽ റാത്തീബത്തുൽ രാത്തി എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി വെച്ച് കുറച്ച് നല്ല ലൈറ്റും ഒക്കെ ഇട്ട് വലിയ പന്തലും ഒക്കെ ഇട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി നല്ല സുഖമായി പ്രസംഗമൊക്കെ നടത്തി. ഒന്നാമത് അൻസാരി സൂരി ഉസ്താദിന് നല്ല ഈണത്തിൽ പാട്ട് പാടാനും ഒക്കെ അറിയാം. അപ്പോൾ ആ ഈണത്തിലൊക്കെ അങ്ങോട്ട് മൂക്ക് കൊണ്ട് മാണിച്ച് ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടി, മാണിക്യ മലരായ ഹൂറി ഹദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ എന്നൊക്കെ അങ്ങോട്ട് നീട്ടിപ്പാടി ശക്തമായിട്ട് അങ്ങോട്ട് നിന്നിരുന്നെങ്കിൽ പുള്ളിക്കിപ്പോൾ എന്തൊക്കെ ഗുണം കിട്ടിയേനെ. പുള്ളിക്ക് മുട്ടൻ കാറെടുക്കായിരുന്നു, വണ്ടി എടുക്കായിരുന്നു, പുള്ളിയെ രാവിലെ കാത്ത് 10-200 പേര് വന്ന് നിൽക്കും, വണ്ടിയിൽ കൊണ്ടുപോകും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഈ പാവപ്പെട്ടവൻ എന്താ ചെയ്യുന്നത്? ഈ പാവപ്പെട്ടവൻ ഈ മതത്തിനെ ആക്ഷേപിക്കുകയും അതിനെ സംബന്ധിച്ച് തെറി പറയുകയും ചെയ്യുമ്പോൾ അവർക്ക് മറുപടി പറയാനും അതിന് പ്രതിരോധ വീഡിയോ തീർക്കാനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ പോകുന്നു. മനുഷ്യ, നിങ്ങൾ ഇനിയെങ്കിലും ഒരു പച്ചപ്പട്ടൊക്കെ പുതച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരുമ്പോൾ അതിനകത്ത് തുപ്പിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അതിലൊന്ന് തൊട്ടുവിടുകയോ ഒന്ന് തലോടി വിടുകയോ ഒക്കെ ചെയ്ത് സുഖമായി ജീവിക്കാൻ നോക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്കൊന്നും പിന്നെ ആ പണി പറ്റൂല. കാരണം നമ്മുടെ കയ്യിൽ അതിൻ്റെ മരുന്നിരിപ്പോ ഇല്ല. ഏത് മരുന്ന്? ശരി, അറബിൽ അലിക്കുലുത്തുമിൽ കർക്കാനിയ എന്നൊന്നും പറയാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും അത് ക്ലച്ച് പിടിക്കില്ല. സൂര്യ ഉസ്താനൊക്കെ അത് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിനെയാണ് ഇപ്പം നമ്മുടെ കൃഷ്ണരാജും എന്ന് വേണ്ട എല്ലാ സംഘീയ ഗ്രൂപ്പുകളിലും പുള്ളിയെക്കുറിച്ച് അങ്ങ് ചർച്ചയാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചർച്ചയാണ്. ഈ കൃഷ്ണരാജൊക്കെ എന്തുപോലെയാണെന്നറിയാമോ? ഇല്ല, പാമ്പേഴ്സ് കെട്ടാതെ എവിടെയെങ്കിലും ഇരുത്തിയിരിക്കുന്ന പിള്ളേർ ഈ കാഷ്ടിച്ചിട്ട് അതിനകത്തിരുന്ന് കറങ്ങുമല്ലോ, ചെറിയ പ്രായത്തിൽ കറങ്ങി ഇങ്ങനെ ദേഹത്തെല്ലാം വാരി തൂക്കുമല്ലോ, അതുപോലെ ദേഹം മുഴുവൻ പുരട്ടിക്കൊണ്ടാണ് പുള്ളി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളി ഏതാണ്ടൊരു 3-4 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ഇടുകയാണ്. 2 മണിക്കൂർ മുമ്പ്, അതായത് ഇന്ന് കുറച്ച് സമയത്തിന് മുമ്പ് അദ്ദേഹം ഇട്ടു, ജിഹാദി ഉസ്തു, ആലപ്പുഴ ജിഹാദി ഉസ്തുവിൻ്റെ തനിനിറം, പോപ്പുലർ ഫ്രണ്ട് ജിഹാദികൾ കൈവെട്ടിയ ജോസഫ് മാഷിൻ്റെ ആത്മകഥ കയ്യിൽ പിടിച്ചുകൊണ്ട് കാണിക്കുന്ന അശ്ലീലം, ജിഹാദികളെ ന്യായീകരിക്കുന്ന ജിഹാദി ഉസ്തു, ഇതാണ് മുഖമൂടിയില്ലാത്ത ഒറിജിനൽ ആലപ്പുഴ ഉസ്താദ് എന്ന് ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് മലയാളത്തിൽ സംസാരിക്കുന്ന ഏറ്റവും പരനാറി എന്ന് അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാൻ പറ്റുന്നത്. അടുത്തതോ രാഹുൽ ഈശ്വർ എന്ന കപട മതേതരവാദി. അടുത്ത് രാഹുൽ ഈശ്വറിനാണ്. ആലപ്പുഴ ഉസ്താദിനെതിരെ പ്രതീഷ് വിശ്വനാഥ് കൊടുത്ത പോലീസ് പരാതിയോടെ ഉസ്തു പ്രതീഷിനെതിരെ ഇട്ട പോസ്റ്റ് മുക്കി തടി തപ്പി എന്നാരായി പറയുന്നത്? ആവശ്യമില്ലാത്ത കണാകുണ കേസുമായിട്ട് ഹൈക്കോടതി ചെന്നതിന് കാശടപ്പിച്ചേച്ച് ഹൈക്കോടതി വിട്ട ആളാ
എന്ന് മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും പോയി ക്ഷേത്രഭരണ സമിതിയിലെ ഭാരവാഹികളെ ആ സ്ഥലം നിങ്ങളുടേതാണ്, അത് ഞാൻ പിടിച്ചെടുത്ത് തരാമെന്നും പറഞ്ഞ് 50,000 1,00,000 ഫീസ് വാങ്ങിച്ചിട്ട് അവർ കേസ് നടത്തി കൊടുക്കാതെ തേരാപ്പാര നടക്കുന്ന ആളാണ് ഈ പറയുന്നത് മുക്കി ഓടിയെന്ന്. എങ്ങനെയാണ് മുക്കിയത്? എന്നാണോ മുക്കിയത്? തീർന്നില്ല. അടുത്ത ആലപ്പുഴ ഉസ്തുവിൻ്റെ ഊള അനുയായികൾ, ഇതിനു മുമ്പും ജിഹാദികൾ വന്ന്, ഇതാണ് പുള്ളിയുടെ അടുത്ത പോസ്റ്റ്. പിന്നെ അടുത്തത് മദനി 2.0 ലോഡിങ്. എന്തൊരു മുഖസാമ്യം. ഒന്നും അല്ലെങ്കിൽ ഈ മുഖമൊക്കെ കൃഷ്ണരാജ ആളുകളെ കാണിക്കാനെങ്കിലും കൊള്ളാമല്ലോ. നിൻ്റെ മുഖം കാണിച്ചാലുള്ള അവസ്ഥ എന്താ? നിൻ്റെ മുഖം കാണിച്ചാലുള്ള അവസ്ഥ എന്താ? കന്ന് വെള്ളം കുടിക്കുമോ ആ മുഖം കണ്ടാൽ? എന്നിട്ട് പിന്നെ ജിഹാദിയുടെ ക്ഷണം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഗ്രേഡ് കൂടിയ വൈറ്റ് കോളർ ഈ പടത്തിൽ കാണുന്നത് എന്താ? ഇതിനൊക്കെ പുള്ളി ഇളകാൻ കാര്യം എന്താ അറിയോ? ഈ നാറി ഒരു വിവരക്കേട് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ചെന്ന് ഇദ്ദേഹം പോസ്റ്റ് ഇട്ടു, ഒരു കമൻ്റ് ഇട്ടു. എന്ത് കമൻറ്റ്? ഒരു എന്താ, നമുക്കൊരു ചർച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് ഇരിക്കാവോ, ഈ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന്. അപ്പോഴാണ് ഇവന് നിക്കക്കള്ളി ഇല്ലാതായത്. എന്നിട്ട് പേടിച്ച് ദൂരി പന്നി, പിതൃശൂന്യ ജിഹാദി, പോലീസ് പേടിച്ച് മുക്കി. യഥാർത്ഥത്തിൽ പന്നിയും നാറിയൊക്കെ കൃഷ്ണരാജ് ഇയാൾക്കാ ചേരുക. ഞാൻ വിചാരിക്കുന്നത് ഇയാൾ കണ്ണാടി നോക്കിക്കൊണ്ടാണ് ഇതൊക്കെ എഴുതുന്നത്. കാരണം മൊബൈലിൽ ഇതൊക്കെ എഴുതുമ്പോൾ മുഖം കാണാമല്ലോ. അത് കണ്ട് പുള്ളിക്ക് തന്നെ തോന്നുന്നു പുള്ളിയുടെ മുഖം പന്നിയുടെ കൂട്ടിരിക്കുന്നെന്ന്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ഏതായാലും എഴുതി ഇങ്ങനെ കുറച്ച് മരിക്കാനേ ഒക്കുള്ളൂ. വേറെ അല്ലാതെ ഇയാളെപ്പോലുള്ളവൻ്റെ ജീവിതമൊന്നും കൊണ്ട് ഈ സമൂഹത്തിൽ ആർക്കും, ഇയാളുടെയൊക്കെ കുടുംബത്തിലുള്ളവർക്ക് പോലും 10 രൂപയുടെ ഗുണം കിട്ടില്ല. അങ്ങനത്തെ ഒരു ജന്മമായിരുന്നു. ഇയാളെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുക മനസ്സ് നിറഞ്ഞ് ചിരിക്കാനാണ്. ദേ ഇങ്ങനെ